പീരുമേട്ടിലെ തോട്ടപ്പുരയിൽ ആദിവാസി സ്ത്രീ സീത മരണപ്പെട്ടിട്ട് 18 ദിവസം പിന്നിടുകയാണ്. ഇപ്പോഴും സീത മരിച്ചത് കാട്ടാന ആക്രമണത്തിലാണോ എന്നുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. സീതയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കാട്ടാന ആക്രമണമല്ല എന്ന് പറയുമ്പോൾ പോലീസ് കാട്ടാന ആക്രമണത്തിലാണ് മരണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ മാസം 13-നാണ് പീരുമേട്ടിലെ ആദിവാസി വീട്ടമ്മ സീത മരണപ്പെടുന്നത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിലാണ് സീത മരിച്ചതെന്നായിരുന്നു ആദ്യ വിവരങ്ങൾ. കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് ബിനുവും അവകാശപ്പെട്ടിരുന്നത് അത്തരത്തിലാണ്. രാവിലെ മഴയാണ് ഞങ്ങൾ പോയി. ഉച്ചയൊക്കെ ശാരൻ തെളിവ് കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങി. എൻ്റെ കുടുംബം മുമ്പ് പോയത്. അങ്ങനെ മുമ്പ് ഇറങ്ങി ചെന്നപ്പം പടപ്പിൻ്റെ അടിയിൽ നിന്ന് ആനയാടി തട്ടിയെറിയുകയായി. പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചു. സീത ക്രൂരമായ മർദ്ദനത്തിനിരയായിട്ടുണ്ട് എന്നായിരുന്നു ഡോക്ടറുടെ കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സീതയുടേത് കൊലപാതകമാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ പോലീസ് ഇത് സ്ഥിരീകരിക്കാൻ തയ്യാറായില്ല. പോലീസ് നടത്തിയ ഇൻക്വസ്റ്റ് നടപടികളിലും ഫോറൻസിക് പരിശോധനയിലും സീതയുടേത് കാട്ടാന ആക്രമണം മൂലമുള്ള മരണമാണെന്ന നിഗമനത്തിലാണ് എത്തിയത്. സീതയുടെ ഭർത്താവ് ബിനുവിന്റെയും മക്കളുടെയും മൊഴികളിൽ വൈരുദ്ധ്യങ്ങളില്ല എന്ന് പോലീസ് വിശദീകരിക്കുന്നു. ഈ ചെറിയ ചെറിയ പൊങ്ങിയിരിക്കില്ല അത്തലാന വീഴുവാലും ചെയ്തെന്ന് എന്റെ ബലമായ സംശയം എനിക്ക് കയറി ചവിട്ടോ ഈ പോയ കൂടുതൽ ചവിട്ട് തൊഴിച്ചതാണോ എന്ന് സംശയം. സംഭവം നടന്ന സ്ഥലത്ത് കാട്ടാനയുടെ സാന്നിധ്യം ഫോറൻസിക് പരിശോധനയിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. സംഭവം വിവാദമായതോടെ 15 ദിവസത്തിന് ശേഷമാണ് ഡോക്ടർ പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകിയത്. പക്ഷേ അദ്ദേഹം തന്റെ മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സീതയുടെ കഴുത്തിലും നെഞ്ചിലുമേറ്റ മാരകമായിട്ടുള്ള മുറിവുകളാണ് മരണകാരണം. ഈ മരണപ്പെട്ട സ്ത്രീയുടെ മുറിവുകൾ കാണുമ്പോൾ തന്നെ സംശയം അന്നേരം തോന്നിയിരുന്നു. കാരണം ഒരു ബാഹ്യമായിട്ടൊരു പ്രകടമായ വലിയ മുറിവുകളൊന്നും ഇല്ലായിരുന്നു. തലയിലുണ്ടായിരുന്ന ഒരു മുറിവുണ്ടായിരുന്നു. പിന്നീട് സംശയം തോന്നാനുണ്ടായ ഒരു കാര്യം, ഈ പറഞ്ഞ ഈ ആന എടുത്തെറിഞ്ഞു എന്ന് പറയപ്പെടുന്ന ബിനുവിന് മറ്റ് പരിക്കുകളൊന്നും അദ്ദേഹത്തെ പരിക്കുകളൊന്നും കാണാൻ സാധിച്ചില്ല. സീതയുടെ ശരീരത്തിൽ 1 ഡസനിലധികം പരിക്കുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. തല പരുക്കനായ പ്രതലത്തിൽ ഇടിച്ചിട്ടുണ്ട്. വാരിയലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറിയിരിക്കുന്നു. സീതയുടെ നാഭിക്ക് തൊഴിയേറ്റിട്ടുണ്ടെന്നുമാണ് കണ്ടെത്തൽ. ആന ചവിട്ടിയാണ് എൻ്റെ ഭാര്യ മരിക്കാനിടയായത് എന്ന് പ്രഖ്യാപിക്കുകയും അദ്ദേഹം തന്നെ ആ ശരീരം ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ലക്ഷണങ്ങൾ കണ്ടപ്പോഴാണ് ഡോക്ടർമാർക്ക് സംശയമുണ്ടായത്. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും ഇത് കൊലപാതകമാണ് എന്ന് തെളിയുകയും ചെയ്തു. സീതയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ പറ്റിയ ചില പരിക്കുകൾ ശരീരത്തിൽ ഉണ്ടാകാമെന്നാണ് പോലീസ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പഠിച്ച ശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാമെന്നാണ് പോലീസിന്റെ നിലപാട്. പീരുമേട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. സീതയുടെ മരണത്തിലെ ദുരൂഹത മാറേണ്ടതുണ്ട്. ആര് പറയുന്നതാണ് ശരി? പോലീസാണോ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണോ? ഇക്കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. ഇടുക്കിയിൽ നിന്ന് ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.